ഈ ബൈഅത്ത് കഴിഞ്ഞു. ഇസ്ലാമിലെ ആദ്യത്തെ ബൈഅത്ത് കഴിഞ്ഞു. ഈ ബൈഅത്ത് കഴിഞ്ഞ് ഈ ആളുകൾ പിന്നീട് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും, അവർ വന്നത് ഹജ്ജിനാണല്ലോ, അതൊക്കെ കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഒരാളെ അയച്ചു. ഇസ്ലാമിൻ്റെ പ്രബോധകരായി, ഒരു ദാഇയായി ആദ്യമായി പോകുന്ന വ്യക്തി അബ്ദരി ഗോത്രക്കാരനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവാണ് ഈ വരുന്ന നുബുവത്തിൻ്റെ 12ാമത്തെ വർഷം യസ്രിബിൽ നിന്ന് വന്ന 12 ആളുകളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്ന ഇസ്ലാമിലെ ആദ്യത്തെ പ്രബോധകനാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മക്കയുടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച സുഗന്ധം കുറേ സമയങ്ങളോളം അവിടെ നിലനിൽക്കുമാർ വളരെ ഉയർന്ന സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്ന, വളരെ നല്ല രൂപത്തിൽ സമ്പത്തുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചതിൽ ആദ്യകാലത്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്വഹാബികളെ എണ്ണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുകയില്ലെന്നും മതത്തിൽ നിന്ന് മാറാതെ ഇനി ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതും, അദ്ദേഹത്തെ വീട്ടിൽ അടച്ചിട്ടതും, അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാർ അദ്ദേഹത്തെ ഉപദ്രവിച്ചതുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് മൂടാൻ ആവശ്യമായ തുണി പോലും ഇല്ലാതെ മരിക്കുന്നത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വഹാബികളോട് പറഞ്ഞ സന്ദർഭമൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്, ചെറുപ്പക്കാരനായ മുസ്അബാണ് യസ്രിബിലേക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, ദീനിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകാനായി കടന്നു ചെല്ലുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവാണ് യസ്രിബിലേക്ക് പ്രബോധകനായി കടന്നു ചെല്ലുന്നത്. അദ്ദേഹം മക്കയിലെ ഖുറൈശികളിൽപ്പെട്ട ബനു അബ്ദിദ്ദാർ ഗോത്രത്തിലെ അംഗമാണ്. ബനു അബ്ദിദ്ദാർ എന്നുള്ളൊരു പേര് മൊത്തത്തിൽ ഒരുമിച്ച് പേര് പറഞ്ഞ് തൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അബ്ദരി എന്ന് പറയുന്നത്. അതിൽ അക്ഷരങ്ങൾ ചേർത്തിട്ട് ബനു അബ്ദിദ്ദാർ ഗോത്രത്തിലുള്ള ആളുകൾക്കാണ് അബ്ദരികൾ എന്ന് പറയുക. അബ്ദുദ്ദാർ എന്നതിനെ ചുരുക്കിയിട്ട്. അപ്പോൾ അദ്ദേഹം അബ്ദരിയാണ്, ഖുറൈശികളിൽപ്പെട്ട ഗോത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പിതാവിൻ്റെ സഹോദര ഗോത്രത്തിലാണ് അബ്ദുദ്ദാർ എന്ന മനുഷ്യനൊക്കെ എണ്ണപ്പെടുന്നത്. അങ്ങനെ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പിൽക്കാലത്ത് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ആദ്യം മദീനയിലേക്ക് വന്ന ആളുകൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് എണ്ണി പറഞ്ഞതാണ്. അവ്വലു മൻ ഖദിമ അലൈനാ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ സ്വഹാബികളിൽ ആദ്യം മദീനയിലേക്ക് വന്ന, നമ്മുടെ അടുത്തേക്ക് വന്ന ആളുകൾ, ആദ്യത്തെ ആൾ മുസ്അബ് ബിൻ ഉമൈർ ആയിരുന്നു, അദ്ദേഹമാണ് വന്നത്. പിന്നീട് അദ്ദേഹം പല സ്വഹാബികളെയും എണ്ണി പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം, അന്ധനായ റസൂലിൻ്റെ ബാങ്ക് വിളിക്കാരനായിരുന്ന അദ്ദേഹമൊക്കെ പിന്നീട് വരുന്നുണ്ട് എന്നൊക്കെ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ഏതായിരുന്നാലും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു യസ്രിബിലെത്തി. അദ്ദേഹം താമസിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നുബുവത്തിൻ്റെ 11ാമത്തെ കൊല്ലം കണ്ടുമുട്ടിയ 6 ആളുകളിൽ 1ാമത്തെ ആളായി എണ്ണിയ 2ാമത്തെ വർഷവും വന്ന അസ്അദ് ബിൻ സുറാറ എന്ന മനുഷ്യൻ്റെ വീട്ടിലാണ്. ഒന്ന് ആലോചിക്കണം, അൻസാരികൾ എന്നുള്ള പദം അന്ന് വരെ ഈ ലോകത്തില്ല. ഈ ലോകത്ത് അൻസാരികൾ എന്നുള്ള പദം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ അന്ന് വരെ ഇസ്ലാമിക ചരിത്രത്തിലോ ലോകത്തിലോ ഇല്ല. അന്ന് ഈ അസ്അദ് ബിൻ സുറാറ അടക്കമുള്ള ആ 6 ആളുകളിൽ തുടങ്ങുന്ന ഇസ്ലാമിൻ്റെ സംരക്ഷണവും പിന്തുണയുമാണ് അൻസാരികൾ, സഹായികൾ എന്ന നാമം മദീനക്കാർക്ക് മൊത്തം നേടിക്കൊടുത്തത്. ആ പദവി അവർക്കുണ്ടാകാനുള്ള കാരണക്കാരിൽ ഏറ്റവും തുടക്കക്കാരായ ആളുകളാണ് ഇവരൊക്കെ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്ത് മദീനയിലെത്തി, യസ്രിബിലെത്തി, അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിൽ താമസിച്ചു. പിന്നീട് ഇവർ രണ്ടുപേരുമാണ് പ്രബോധനത്തിനായി ഇറങ്ങാം. അസ്അദ് ബിൻ സുറാറ ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹം ഗോത്രത്തിൽ ആദരിക്കുന്ന, മറ്റ് ഈ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച പല ആളുകളെയും നമ്മൾ പറഞ്ഞതുപോലെ ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ആൾ കൂടിയാണ്. മറ്റു പല ഗോത്ര തലവന്മാരുമായും കുടുംബ ബന്ധമുള്ള ആൾ കൂടിയാണ് അസ്അദ് ബിൻ സുറാറ. അങ്ങനെ ഇവരിരുവരും ഇസ്ലാം പ്രബോധനം ചെയ്യാൻ തുടങ്ങും. ഈ ഒരു കാലത്തുണ്ടായ പ്രസിദ്ധമായ ഒരു സംഭവം സീറ ഗ്രന്ഥങ്ങളിൽ, സീറ ചരിത്രകാരന്മാരെല്ലാവരും ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. ഒരിക്കൽ അസ്അദ് ബിൻ സുറാറ ഇങ്ങനെ ഒരു മദീനയിലെ യസ്രിബിലെ ഒരു തോട്ടത്തിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രബോധനം നടത്തുന്നത് ബനു അബ്ദിൽ അഷ്ഹൽ ഗോത്രക്കാർ,
അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരും അതുപോലെ തന്നെ ബനു സഫർ ഗോത്രക്കാർ, ഈ 2 ഗോത്രക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ താമസ സ്ഥലത്തിനടുത്ത് അവിടെ അടുത്തൊരു തോട്ടത്തിൽ ഇരുന്നാണ് അവർ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അങ്ങനെ അവിടെ അടുത്തൊരു കിണറുണ്ടായിരുന്നു, ബിറു മറക്ക് എന്ന് പേരുള്ള ഒരു കിണർ. ആ കിണറിൻ്റെ അടുത്ത് ചാരി ഇരുന്നാണ് അവർ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ 2 ആളുകൾ അങ്ങോട്ടേക്ക് വന്നു. 2 ആളുകൾ, അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൽപ്പെട്ട തന്നെ 2 ആളുകൾ. ഒന്ന് സഅദ് ബിൻ മുആദ്, 2 ഉസൈദ് ബിൻ ഹുദൈർ. ഈ 2 ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് ചർച്ച ചെയ്തത്, ഇത് വലിയ പ്രശ്നമായല്ലോ. അങ്ങനെയാണ് അവർ സംഭാഷണം പോകുന്നത്. ഇത് വലിയ പ്രശ്നമായല്ലോ, ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കടന്നു വന്ന് ഇങ്ങനെ നമ്മളെ ആളുകളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിക്കുക, അങ്ങനെ പലരെയും വഴിപിഴപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഈ 2 ആളുകളുടെ പ്രവർത്തനം തടയണം, ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവരെ പുറത്താക്കണം. അങ്ങനെ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന മനുഷ്യൻ ഉസൈദ് ബിൻ ഹുദൈറിനോട് പറയും, ആ ഇരിക്കുന്ന അസ്അദ് ബിൻ സുറാറ, അയാൾ എൻ്റെ ഇളാമ്മയുടെ മകനായിപ്പോയി, ഇല്ലെങ്കിൽ ഈ മുസ്അബിനെ ഓടിക്കാൻ, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ തന്നെ മതിയായിരുന്നു. അസ്അദ് ബിൻ സുറാറ എൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ മകനാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് നേരിട്ട് ചെന്ന് അസ്അദിനെ എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉസൈദ്, നീ പോയി അവരുമായി സംസാരിച്ച് അവരെ ഇവിടെ നാട്ടിൽ നിന്ന് ഇനി അവരുടെ പ്രവർത്തനം തുടരാൻ അനുവദിക്കരുത്. അങ്ങനെ ഉസൈദ് ബിൻ ഹുദൈർ ആ മനുഷ്യനൊരു കുന്തമൊക്കെ കയ്യിൽ പിടിച്ചു. കുന്തമൊക്കെ എടുത്തുകൊണ്ടാണ് ഈ മുസ്അബ് റളിയല്ലാഹുവിൻ്റെയും അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. കുന്തമൊക്കെ എടുത്ത് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു ഇതേ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ മുസ്അബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഈ വരുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലെ നേതാവാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വളരെ നല്ല രൂപത്തിൽ ഇദ്ദേഹത്തിന് നമ്മൾ പ്രബോധനം നടത്തണം. മുസ്അബ് റളിയല്ലാഹു വന്ന ഉടനെ ഉസൈദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഈ യജ്ലിസ് ഉക്കല്ലിം, ഒന്ന് ഇരുന്നാൽ നമുക്കൊന്ന് സംസാരിക്കാം. അതാണ് തുടക്കത്തിൽ പറയുന്നത്. അപ്പോൾ ഉസൈദ് വരുന്നത് തന്നെ വളരെ മോശം ചിന്തയോടുകൂടിയും ഇവരെ ഇപ്പോൾ തന്നെ പുറത്താക്കണമെന്നും ആക്ഷേപ ഒക്കെ നിറച്ച ഒരു മനസ്സുമായിട്ടാണ് ഉസൈദ് വരുന്നത്. അപ്പോൾ ഉസൈദ് പറഞ്ഞു, ഇരുന്നില്ല. മാ ജാ ബിക്കുമ ഇലൈന, ഇത് എന്താണ് നിങ്ങൾ 2 ആളും എന്താണ്, എന്തുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്? നമ്മുടെ നാട്ടിലെ കുറച്ച് ദുർബലരായ പാവപ്പെട്ട ആളുകളെയൊക്കെ വിഡ്ഢികളാക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? മര്യാദയ്ക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നിർത്തി ഇവിടെ നിന്ന് പോകണം എന്നാണ് പറഞ്ഞത്. മുസ്അബ് റളിയല്ലാഹു വീണ്ടും പറഞ്ഞു, അവ തജ്ലിസ് ഫതസ്മ, ഒന്ന് ഇരുന്നിട്ടൊന്ന് കേട്ട് നോക്കാമല്ലോ, നിങ്ങൾക്ക് എന്താണ് നമ്മൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, നിങ്ങളതൊന്ന് കേട്ട് നോക്കൂ. ഫൈൻ റളീത അംറൻ ഖബിൽത, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ പരിപാടി ഇനി ഇവിടെ തുടരില്ല. അങ്ങനെ പറഞ്ഞു, അത് നീ പറഞ്ഞത് ന്യായം. അങ്ങനെയാണ് ഉസൈദ് എന്ന മനുഷ്യൻ പറഞ്ഞത് അൻസഫ്ത്, നീ പറഞ്ഞത് ന്യായം, ശരിയാണ്. കുന്തം അവിടെ നിന്ന് കുത്തി നിർത്തി ഇരുന്നു. മുസ്അബ് റളിയല്ലാഹുവിൻ്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ കേട്ടു. വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടു. മുസ്അബ് റളിയല്ലാഹു നല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സീറ പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഖുർആൻ പാരായണ വിദഗ്ധൻ, പാരായണം ചെയ്തവർ എന്ന ഒരു പേരിലായിരുന്നു യസ്രിബിൽ ഈ കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഇദ്ദേഹം ഇതൊക്കെ കേട്ടു. ഈ ഉസൈദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പിൽക്കാലത്ത് പറയുന്നതായി കാണാൻ കഴിയും. വല്ലാഹി ലഅറഫ്നാ ഫി വജ്ഹിൽ ഇസ്ലാം, മുസ്അബിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ദേശത്തോടു കൂടി അങ്ങോട്ട് പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ മുസ്അബിൻ്റെ അടുത്തിരുന്ന് മുസ്അബിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ഇസ്ലാം എനിക്ക് മനസ്സിലായി എന്നാണ്. ഇസ്ലാമിൻ്റെ ആ ഒരു പ്രകാശം എനിക്ക് ആ മുസ്അബിൻ്റെ മുഖത്ത് നിന്ന് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ഉസൈദ് പിൽക്കാലത്ത് പറയുന്നതായി കാണാൻ കഴിയും. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കത് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ കേൾക്കുകയും എന്നിട്ട് പിന്നീട് ചോദിക്കുന്നത്, കൈഫ തസ്നഊന ഇദാ അറത്തും അൻ തദ്ഖുലു ഫി ഹാദദ്ദീൻ, ചോദിക്കുന്നത് ഇതാണ്, ഈ ദീനിൽ പ്രവേശിക്കാൻ ഒരാൾ വരാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുക? അയാൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുക? അപ്പോൾ അസ്അദ് ബിൻ സുറാറ പറഞ്ഞു, അതിങ്ങനെ കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി വരണം, അതുപോലെ തന്നെ ഷഹാദത്ത് ഉച്ചരിക്കണം, പിന്നെ നിങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അപ്പടി സ്പോട്ടിൽ അദ്ദേഹം നിർവഹിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ, എൻ്റെ പുറകിലൊരാളുണ്ട്, എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട സായതുണ്ട്, ഇന്ന വറാഇ റജുലൻ, എൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അയാളെങ്ങാനും ഈ നിങ്ങൾ പറയുന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഗോത്രത്തിൽ ബനു അബ്ദുൽ അഷ്ഹൽ എന്ന ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരാൻ, അയാളെ പിൻപറ്റാൻ അത് കാരണമാകും.
അങ്ങനെ ഞാൻ അയാളെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് സഅദ് ബിൻ മുആദിൻ്റെ അടുത്തേക്ക് പോകും. സഅദ് ബിൻ മുആദ് കുന്തമൊക്കെ എടുത്ത് തിരിച്ച് സഅദ് ബിൻ മുആദ് അന്ന് ഗോത്രത്തിലുള്ള കുറച്ച് ആളുകളുമായി ഒരു മീറ്റിംഗ് ഇങ്ങനെ ഈ ഉസൈദിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് തൻ്റെ കൂടെയുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഅദ് ബിൻ മുആദിന് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വരുമ്പോൾ തന്നെ മുഖഭാവത്തിൽ തന്നെ മനസ്സിലായി അങ്ങോട്ട് പോയതുപോലെയല്ല തിരിച്ചു വരുന്നത്, എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ചോദിച്ചു, എന്താണ് അവിടെ പോയി സംസാരിച്ചിട്ട് എന്തായി? അപ്പോൾ ഉസൈദ് പറഞ്ഞു, രണ്ടാളുകളും പറയുന്നതൊക്കെ ശരിയാണ്, ഞാൻ മാ റഅയ്തു ബിഹിം അബഅസൻ, പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അവർ പറയുന്നതൊക്കെ എന്താണ്, ഒരു പ്രശ്നമുണ്ടാക്കാനാണ് അവർ വന്നതെന്നും തോന്നുന്നില്ല. വഖദ് നഹൈതുഹുമ, ഞാനവരെ വിരട്ടിയിട്ടുണ്ട്, ഇനി ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, നഫ്അൽ മാ അഹ്ബബ്ത്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതൊക്കെ നിർത്താമെന്ന് അവർ പറഞ്ഞു. അദ്ദേഹം കള്ളം പറഞ്ഞതാണ് സഅദ് ബിൻ മുആദിനോട്. എന്നിട്ട് സഅദ് ബിൻ മുആദിനോട് വേറൊരു കള്ളം കൂടി അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ബന്ധുവാണല്ലോ അസ്അദ് ബിൻ സുറാറ. ഈ അസ്അദ് ബിൻ സുറാറയ്ക്ക് ചില ഗോത്രക്കാർ, ബനു ഹാരിസ ഗോത്രക്കാർ അയാളെ അപായപ്പെടുത്താൻ കൊല്ലാനായി ഇറങ്ങി തിരിച്ചതായിട്ട് ഇങ്ങനെ ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കങ്ങനെ ഒരു വിവരം കിട്ടി. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സമൂഹത്തിലെ നേതാവാണല്ലോ സഅദ് ബിൻ മുആദ്, അപ്പോൾ നിങ്ങളെ ഒന്ന് അപമാനിക്കാനും കൂടി, നിങ്ങളുടെ സ്വന്തം അടുത്ത ആളായ ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നിങ്ങളെ ഒരു ശക്തിയുള്ളൊരു നേതാവല്ല എന്നുകൂടിയൊക്കെ തെളിയിക്കാൻ വേണ്ടി നമുക്കെതിരായുള്ള ബനു ഹാരിസ ഗോത്രക്കാർ അസ്അദിനെ എന്തോ ചെയ്യാൻ പ്ലാൻ ഇടുന്നതായി എനിക്ക് തോന്നുന്നു. അപ്പോൾ സഅദ് ബിൻ മുആദ് അത് കേട്ടപ്പോൾ അതായത് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സഅദ് ബിൻ മുആദും തൻ്റെ കൂടെ കൊണ്ട് നടന്നിരുന്ന കുന്തമായിരുന്നു അവരുടെ ഇരുവരുടെയും ആയുധം. അതും എടുത്താണ് പോകുന്നത്, അസ്അദിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി. അങ്ങനെ ഇതേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉസൈദ് റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യനുണ്ടായതുപോലെ തന്നെ ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉണ്ടായി. അതേ വാചകങ്ങൾ, അതേ മറുപടികൾ. അസ്അദിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അസ്അദ് യാതൊരു പ്രശ്നമില്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അവിടെ ബഹളങ്ങളൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ തന്നെ സഅദിന് മനസ്സിലായി ഉസൈദ് എന്നോട് കള്ളം പറഞ്ഞതാണ്. ഞാനിവിടെ വന്ന് ഈ സംസാരം കേൾക്കണം എന്നതുകൊണ്ട് ഉസൈദ് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി മുസ്അബിൻ്റെ അടുത്തേക്കും അസ്അദ് ബിൻ സുറാറയുടെ അടുത്തേക്കും ഞാനൊന്ന് എത്തിക്കിട്ടണം എന്ന് കരുതി സഅദ് പ്രയോഗിച്ചൊരു തന്ത്രമാണിത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹവും ആ സ്പോട്ടിൽ മുസ്അബ് ബിൻ റളിയല്ലാഹുവിൻ്റെ പ്രബോധനത്തിൻ്റെ കാരണം വിശുദ്ധ ഖുർആൻ അദ്ദേഹം കേൾക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്ത് ഇരുന്ന് സമാധാനത്തോടുകൂടി ഇരുന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നേരത്തെ ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തിരിച്ച് നേരത്തെ മീറ്റിംഗ് കൂടിയിരുന്ന ആളുകളുടെ അടുത്തേക്ക് നേരെ ചെന്ന് ഇസ്ലാം സ്വീകരിച്ച് ഷഹാദത്തൊക്കെ ചൊല്ലി മുസ്ലിമായി നിസ്കരിച്ച് അതിനുശേഷമാണ് സഅദ് ബിൻ മുആദ് വരുന്നത്. സഅദ് ബിൻ മുആദ് വരുമ്പോൾ തന്നെ ആളുകൾക്കും മനസ്സിലായി പോയതുപോലെയല്ല സഅദ് ബിൻ മുആദ് നമ്മുടെ നേതാവ് തിരിച്ചു വരുന്നത്. അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്ന് നേരെ അദ്ദേഹം പറയുന്നത്, യാ ബനി അബ്ദുൽ അഷ്ഹൽ, എൻ്റെ ഗോത്രക്കാരായ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരെ, കൈഫ തഅലമൂന അംരി ഫീക്കും, ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ് നിങ്ങൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? അവർ പറഞ്ഞു, സയ്യിദുന, ഞങ്ങളുടെ നേതാവാണല്ലോ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വഅഫ്ളലുന റഅയൻ, നമ്മൾ എന്ത് കാര്യം വന്നാലും അഭിപ്രായം പറയാൻ, നിലപാടെടുക്കാൻ നിങ്ങളെയാണ് നമ്മൾ ചുമതലപ്പെടുത്തുന്നത്. ഏറ്റവും നല്ല ആളാണല്ലോ, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നിങ്ങളാണ് നമ്മുടെ നേതാവ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ സഅദ് ബിൻ മുആദ് പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഫഇന്ന കലാമ റിജാലിക്കും വ നിസായിക്കും, നിങ്ങളിൽ നിന്ന് ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരായ എൻ്റെ ഗോത്രക്കാരായ നിങ്ങളുടെ സ്ത്രീകളോ പുരുഷന്മാരോ ആരായിക്കൊള്ളട്ടെ, ഇനി എൻ്റെ അടുത്ത് സംസാരിക്കരുത്. ഹത്താ തുഅ്മിനു ബില്ലാഹി വ റസൂലി, അള്ളാഹുവിലും റസൂലും വിശ്വസിക്കാത്തവരൊന്നും ഇനി എൻ്റെ അടുത്തൊരു നേതാവ് എന്ന് പറഞ്ഞ് സംസാരിക്കാനായി വരണ്ട എന്നാണ്. അന്ന് വൈകുന്നേരത്തിനുള്ളിൽ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലെ ഒരു ഒറ്റ കുഞ്ഞ് പോലും ബാക്കിയാകാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ബനു അബ്ദുൽ അഷ്ഹൽ എന്ന ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു, അതിൻ്റെ നേതാവായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ കുഞ്ഞു പോലെങ്കിൽ ഒരാളൊന്നും ഇസ്ലാം സ്വീകരിക്കാത്തതുണ്ടായിരുന്നു. ഒരൊറ്റ മനുഷ്യൻ മാത്രം, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൽ നിന്ന് ഒരൊറ്റ മനുഷ്യൻ മാത്രം അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല. ഉസൈരിം എന്ന് പേരുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അംർ ഇബ്നു സാബിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ഒക്കെ കഴിഞ്ഞ് മദീനയിലെത്തി ബദർ കഴിഞ്ഞു. ഉഹദ് യുദ്ധത്തിൻ്റെ സമയം ഈ ഉസൈരിം എന്ന് പറയുന്ന ഈ മനുഷ്യൻ തൻ്റെ മുഖം മൂടുന്ന തരത്തിലുള്ള ഒരു പടയങ്കിയും മുഖം മൂടിയൊക്കെ ധരിച്ച് ഇരുമ്പ് കൊണ്ടുള്ള കവചമൊക്കെ ധരിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. കാരണം ഇതേ മദീനക്കാരാണല്ലോ, ഉഹദ് യുദ്ധം ഖുറൈശികൾ അപ്പുറത്തുണ്ട്. അയാൾ ഇതുവരെ മുസ്ലിം അല്ല,
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഇങ്ങനെ ഈ പടയുങ്കി ഇതൊക്കെ ധരിച്ച് മുഖമൊക്കെ മറച്ചിട്ടാണ് വരുന്നത്. അതായത് ഫുള്ള് യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രൂപത്തിലാണ് വന്നത്. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, ഉഖാത്തിലു ഔ ഉസ്ലിം, റസൂലെ ഞാനിപ്പോൾ യുദ്ധം തുടങ്ങാൻ പോവാണ്, ഉഹദ് യുദ്ധം തുടങ്ങാൻ പോവാണ്, ഞാനിപ്പോൾ മുസ്ലിം ആകണോ അതല്ല ഞാനിപ്പോൾ യുദ്ധം ചെയ്ത് പിന്നെ ഉഹദ് ഒക്കെ കഴിഞ്ഞിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് മുസ്ലിം ആയാൽ മതിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം സുമ്മ ഖാത്തിൽ, ആദ്യം മുസ്ലിം ആകുക, പിന്നീട് നമുക്ക് ഉഹദിൽ പങ്കെടുക്കാം. അങ്ങനെ അദ്ദേഹം ഉഹദ് യുദ്ധം ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ, വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉസൈരിം എന്ന് പറയുന്ന അമ്ർ ബിൻ സാബിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിമായി. ആ ഉഹദ് യുദ്ധത്തിൽ ആ മനുഷ്യൻ പങ്കെടുക്കുകയും ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, അമില ഖലീലൻ വ ഉജിറ കസീറൻ, ഒന്നും ചെയ്തില്ല, അമലുകളൊന്നുമില്ല, വളരെ കുറച്ച്, അമില ഖലീലൻ വ ഉജിറ കസീറൻ, എന്നാൽ അജ്റോ പ്രതിഫലമോ എത്ര വലിയ പ്രതിഫലം. ജീവിതത്തിൽ ഒരിക്കൽ പോലും സുജൂദ് ചെയ്തിട്ടില്ലാത്ത ഉസൈരിം എന്ന് പറയുന്ന മനുഷ്യൻ, ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ലാത്ത ഉസൈരിം എന്ന് പറയുന്ന മനുഷ്യൻ, അന്ന് ആ മനുഷ്യൻ കൂടി മുസ്ലിം ആകുന്നതോടെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ ഗോത്രത്തിലുള്ള ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പാഠങ്ങൾ കൂടി ഈ ഒരു ഹദീസിൽ നമുക്ക് ലഭിക്കുന്നതായി കഴിയും. വളരെ ചെറിയ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വളരെ വലിയ പ്രതിഫലം ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.